നമസ്കാരം, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് ഓഗസ്റ്റ് 30 വെള്ളിയാഴ്ചയാണ്. ഗ്ലോബൽ മാർക്കറ്റുകളിൽ ആദ്യം US മാർക്കറ്റുകൾ ഇന്നലെ ഒരു മിക്സഡ് ആയ അവസ്ഥയിലാണ് ക്ലോസ് ചെയ്യുന്നത്. ഇന്നലെ പുറത്തു വന്ന US GDP ഡാറ്റ വളരെ പോസിറ്റീവ് ആയിരുന്നു. കൂടാതെ ഇന്ന് ഇന്ത്യൻ സമയം വൈകുന്നേരം 6 മണിക്ക് പേഴ്സണൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ ഡാറ്റ US നിന്നും പുറത്തു വരും. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡാറ്റ തന്നെയാണ്. പ്രത്യേകിച്ച് US ഒരു റേറ്റ് കട്ടിലേക്കൊക്കെ സെപ്റ്റംബറിൽ പോകുന്നതിന് മുന്നോടിയായുള്ള ഈ ഡാറ്റ വളരെ പ്രധാനപ്പെട്ടതാവാൻ സാധ്യതയുണ്ട്. ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വന്നാൽ ഇന്നലെ ഫോക്കസിൽ ഉണ്ടായിരുന്നത് റിലയൻസ് ഇൻഡസ്ട്രീസ് ആയിരുന്നു. AGM ഇന്നലെയാണ് കഴിഞ്ഞത്. റിലയൻസ് ഇൻഡസ്ട്രീസിന്റെ അടുത്ത പ്രധാനപ്പെട്ട നീക്കങ്ങൾ എന്തൊക്കെയാണ് എന്ന് അതിൽ പ്രധാനമായും പറയുകയുണ്ടായി. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പുഷ്, അതുപോലെ ഗ്രീൻ എനർജി, റീറ്റെയിൽ വിപുലീകരണം എന്നിങ്ങനെയുള്ളതാണ് അവർ ഫോക്കസ് ചെയ്തത്. ഇന്നും റിലയൻസ് ഇൻഡസ്ട്രീസ് തന്നെയായിരിക്കും ഫോക്കസിൽ ഉണ്ടാവുക. കാരണം അവർക്ക് ബോണസ് ഇഷ്യൂ കൂടി അവർ പ്രഖ്യാപിച്ചിരിക്കുന്നു. മറ്റൊരു മുഖ്യമായ വാർത്ത കൂടിയുള്ളത് ഗ്ലോബൽ റേറ്റിംഗ് ഏജൻസി ഫിച്ച് ഇന്ത്യയുടെ റേറ്റിംഗ് സ്ഥിരത നിലനിർത്തിയിരിക്കുന്നു. കൂടാതെ ഇന്ത്യ ചിപ്പ് വ്യവസായത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു എന്ന വാർത്തയുമുണ്ട്. എല്ലാ വാർത്തകളിലേക്കും നമുക്ക് വരാം. ആദ്യം നമ്മുടെ വീഡിയോ ആരെങ്കിലും ലൈക്ക് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയവർ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകളിലേക്ക്. ആദ്യം റിലയൻസ് ഇൻഡസ്ട്രീസിന്റെ ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ് ഇന്നലെ കഴിഞ്ഞിരുന്നു. റിലയൻസ് ഇൻഡസ്ട്രീസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടുത്ത നീക്കങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയുന്നത്. അവരുടെ AI സാങ്കേതിക വിദ്യയിലെ വീക്ഷണം, ഗ്രീൻ എനർജി, റീറ്റെയിൽ വിപുലീകരണം എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് അവർ എടുത്തു പറഞ്ഞത്. റിലയൻസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫോക്കസ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ തന്നെയാണ് എന്ന് പറയുന്നു. എല്ലാവർക്കും താങ്ങാവുന്ന AI ടൂളുകളും പ്ലാറ്റ്ഫോമുകളും സൃഷ്ടിച്ച് AIയിൽ ഒരു വലിയ വിപ്ലവം സൃഷ്ടിക്കാൻ റിലയൻസ് ഇൻഡസ്ട്രീസ് ലക്ഷ്യമിടുന്നു. ലോകത്തിലെ ഏറ്റവും കുറഞ്ഞ AI അനുമാന ചെലവ് സൃഷ്ടിക്കുക, AI ആപ്ലിക്കേഷനുകൾ കൂടുതൽ താങ്ങാവുന്നതാക്കുക എന്നതാണ് കമ്പനിയുടെ മറ്റ് ലക്ഷ്യങ്ങൾ. ഇതുകൂടാതെ ഫോൺ കോളുകൾക്കിടയിൽ AI ഉപയോഗിക്കാൻ ഉപഭോക്താക്കളെ അനുവദിക്കുന്ന ജിയോ ഫോൺ കോൾ AI വികസിപ്പിക്കുന്നു. മറ്റൊരു കാര്യം പറഞ്ഞത് ന്യൂ എനർജി ബിസിനസിനെ കുറിച്ചാണ്. ജാംനഗറിനെ ആഗോള ഊർജ്ജ കേന്ദ്രമാക്കാൻ ലക്ഷ്യമിട്ട് സോളാർ പാനലുകൾ ഉൾപ്പെടെയുള്ള ക്ലീൻ എനർജി കമ്പനികൾ വികസിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നു. ലോകത്തിലെ ഏറ്റവും മൂല്യവത്തായ 50 കമ്പനികളിൽ ഒന്നാണ് റിലയൻസ്. ഉടൻ തന്നെ ആദ്യ 30ലേക്ക് കടക്കാനും സാധ്യതയുണ്ട്. കൂടാതെ റിലയൻസ് ഇൻഡസ്ട്രീസ് 1:1 എന്ന അനുപാതത്തിൽ ബോണസ് ഇഷ്യൂയും അനുവദിച്ചിട്ടുണ്ട്. അപ്പോൾ വളരെ പോസിറ്റീവായ ഒരു വാർത്ത തന്നെയാണ് റിലയൻസിനെ സംബന്ധിച്ച്. മറ്റൊരു വാർത്തയുള്ളത്, ഇന്ത്യൻ ഗവൺമെന്റ് അതിന്റെ അർദ്ധജാലക നിർമ്മാണ പ്രോത്സാഹന നയത്തിന്റെ 2ാം ഘട്ടം തയ്യാറാക്കുന്നു. ബഡ്ജറ്റ് യഥാർത്ഥ $10 ബില്യൺ നിന്ന് $15 ബില്യൺ ഉയർത്തുന്നു. പുതിയ പദ്ധതി ചിപ്പ് നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന അസംസ്കൃത വസ്തുക്കൾക്കും വാതകങ്ങൾക്കും കൂടുതൽ മൂലധന പിന്തുണ നൽകും. എന്നാൽ ചിപ്പ് അസംബ്ലികൾക്കും ടെസ്റ്റിംഗ് പ്ലാന്റുകൾക്കുമുള്ള സബ്സിഡി കുറയ്ക്കുകയും ചെയ്യും. തായ്വാനിലെ പവർ ചിപ്പുകൾക്കൊപ്പം ടാറ്റ ഇലക്ട്രോണിക്സിന്റെ $11 ബില്യൺ ഫാബ് പ്ലാന്റിനും ജപ്പാനിലെ റെനസാസിനൊപ്പം ടാറ്റ മൈക്രോൺ ടെക്നോളജി, CG പവർ എന്നിവയുടെ 3 ചിപ്പ് അസംബ്ലി യൂണിറ്റുകൾക്കും ഇന്ത്യ അംഗീകാരം നൽകി. US, തായ്വാൻ, ദക്ഷിണ കൊറിയ എന്നിവയെ പോലെ ഒരു പ്രധാന ചിപ്പ് ഹബ്ബായി മാറാനും കൂടുതൽ ചിപ്പ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആകർഷിക്കാനുമാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത്. മറ്റൊരു വാർത്തയുള്ളത്, ഗ്ലോബൽ റേറ്റിംഗ് ഏജൻസി ഫിച്ച് ഇന്ത്യയുടെ റേറ്റിംഗ് സ്ഥിരത നിലനിർത്തി. മൂഡീസ് വളർച്ച പ്രവചനം ഉയർത്തുകയും ചെയ്തു. ഇന്ത്യയുടെ ക്രെഡിറ്റ് റേറ്റിംഗ് BBB- നിലനിർത്തി. ഇന്ത്യയുടെ ശക്തമായ ഇടത്തരം വളർച്ചാ വീക്ഷണം, ദൃഢമായ ബാഹ്യ ധനകാര്യ നില, സാമ്പത്തിക വിശ്വാസ്യത മെച്ചപ്പെടുത്തൽ എന്നിവയാണ് ഈ സ്ഥിരത നിലനിർത്താനുള്ള കാരണമായി പറയുന്നത്. കൂടാതെ 2024 ഇന്ത്യയുടെ വളർച്ചാ പ്രവചനം മൂഡീസ് 6.8% നിന്ന് 7.2% ഉയർത്തി. അതായത് ഇന്ത്യയുടെ സുസ്ഥിരമായ സാമ്പത്തിക നിലയും പോസിറ്റീവ് വളർച്ചാ വീക്ഷണവുമാണ് ഈ വാർത്ത എടുത്തു കാണിക്കുന്നത്. ഇനി ഇന്നത്തെ പ്രധാനപ്പെട്ട കുറച്ച് സ്റ്റോക്ക് ന്യൂസുകളിലേക്ക്. ആദ്യത്തെ വാർത്ത 3M ഇന്ത്യ എന്ന കമ്പനിയെ കുറിച്ചുള്ളതാണ്. നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണൽ 3M ഇന്ത്യ ലിമിറ്റഡിന്റെയും 3M ഇലക്ട്രോ ആൻഡ് കമ്മ്യൂണിക്കേഷൻസ് ഇന്ത്യയുമായി ലയനത്തിന് അംഗീകാരം നൽകി. അടുത്തത് സ്റ്റീൽ സ്ട്രിപ്സ് വീൽസ് എന്ന കമ്പനിയാണ്. SSWL ഇന്ത്യയിൽ റെഡ്ലർ ടെക്നോളജീസുമായി സംയുക്ത സംരംഭത്തിനുള്ള ചർച്ചകൾ അവസാനിപ്പിച്ചതായി അറിയിച്ചു. അടുത്തത് ടാറ്റ സ്റ്റീലാണ്. TP പരിവാട്ട് ലിമിറ്റഡിന്റെ 26% ഇക്വിറ്റി ഓഹരികൾ ഏറ്റെടുക്കുമെന്ന് കമ്പനി അറിയിച്ചു. മറ്റൊരു കമ്പനി CDSL ആണ്. സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ നെഹാൽ വോറയെ കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറും ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറുമായി നിയമിക്കുന്നതിന് അംഗീകാരം നൽകി. മറ്റൊരു കമ്പനി ITI ആണ്. സർക്കാർ ഉടമസ്ഥയിലുള്ള ടെലികോം നിർമ്മാണ കമ്പനി 500 സെറ്റ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ വിതരണം ചെയ്യുന്നതിനായി പശ്ചിമ ബംഗാളിലെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്ന് ഓർഡർ ലഭിച്ചു. അടുത്തത് LIC ആണ്. ചരക്ക് സേവന നികുതി പലിശ 605.6 കോടി രൂപ പിഴ എന്നിവയ്ക്കുള്ള ഡിമാൻഡ് ഓർഡർ LICക്ക് മഹാരാഷ്ട്ര സർക്കാരിൽ നിന്ന് ലഭിച്ചിരിക്കുന്നു. ഇന്ന് F&O സെഗ്മെന്റിൽ ബാനായ സ്റ്റോക്കുകൾ ഒന്നും തന്നെയില്ല. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകളാണ് നമ്മളിവിടെ ഷെയർ ചെയ്തിരിക്കുന്നത്.
മറ്റൊരു കാര്യമുള്ളത്, നമ്മുടെ പ്രധാനപ്പെട്ട ലൈവ് സെഷൻ സാധാരണയായി സ്റ്റാർട്ട് ചെയ്യുന്നത് 11 മണിയോടുകൂടിയാണ്. 3:30 വരെയാണ് ലൈവ് ഉണ്ടായിരിക്കുക. ഇനി മിക്കവാറും ദിവസങ്ങളിൽ ഞങ്ങളുടെ ലൈവ് സെഷൻ ഉണ്ടായിരിക്കും. ഇനി ലൈവ് സെഷൻ കാണാൻ സാധിക്കുന്നില്ല, ലൈവ് സെഷൻ ഇല്ലാത്ത ദിവസങ്ങളിലൊക്കെ നമ്മുടെ സ്റ്റുഡൻസിന് ഞങ്ങളുടെ എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തൊട്ടുമുകളിൽ നമ്മളിവിടെ ഒരു വാട്സപ്പ് നമ്പർ നൽകിയിട്ടുണ്ട്. ആ നമ്പറിൽ മെസ്സേജ് അയച്ചതിന് ശേഷം നിങ്ങൾക്ക് ഞങ്ങളുടെ എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഇന്നലെ മാർക്കറ്റിൽ സംഭവിച്ച പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളിലേക്ക്. തുടർച്ചയായ 11ാമത്തെ ദിവസവും നിഫ്റ്റി പോസിറ്റീവിൽ ക്ലോസ് ചെയ്തു. തുടർച്ചയായ 3ാമത്തെ ദിവസവും റെക്കോർഡ് ക്ലോസിംഗ് ആണ് രേഖപ്പെടുത്തിയത്. മിഡ് ക്യാപ് ഇൻഡെക്സ് ഇന്നലെ 262 പോയിന്റ്സ് ഇടിഞ്ഞു. ഇന്നലത്തെ താരം റിലയൻസ് ഇൻഡസ്ട്രീസ് ആയിരുന്നു. റിലയൻസ് ഇൻഡസ്ട്രീസ് 1:1 എന്ന അനുപാതത്തിൽ ബോണസ് ഇഷ്യൂ ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗിൽ പ്രഖ്യാപിച്ചതോടെ സ്റ്റോക്ക് 2% ഉയർന്നു. റിലയൻസ് ഇൻഡസ്ട്രീസിലുണ്ടായ നേട്ടം ഇന്നലെ നമുക്ക് നിഫ്റ്റിയിലും കാണാൻ സാധിച്ചു. അതുകൊണ്ട് തന്നെയാണ് നിഫ്റ്റി ഇന്നലെ പോസിറ്റീവിൽ ക്ലോസ് ചെയ്തത്. സെക്ടറുകളിലേക്ക് വന്നാൽ FMCG സെക്ടർ 2 ദിവസത്തെ നഷ്ടത്തിന് ശേഷം ഇന്നലെ പോസിറ്റീവിൽ ക്ലോസ് ചെയ്തു. നിഫ്റ്റിയിലെ ടോപ്പ് ഗെയിനേഴ്സായി മാറി. മാത്രമല്ല ബജാജ് ട്വിൻസ് ഇന്നലെ നിഫ്റ്റിയിൽ നല്ല നേട്ടമുണ്ടാക്കി. ബജാജ് ഫിനാൻസും ബജാജ് ഫിൻസർവും 3% ഉയർന്നു. റിലയൻസ് ഡിസ്നി ലയനത്തോടനുബന്ധിച്ച് TV18 8% ഉയർന്നു. നിഫ്റ്റിയിലേക്ക് 25,151 99 പോയിന്റ്സ് ഉയർന്നാണ് നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത്. നിഫ്റ്റി വീണ്ടും പോസിറ്റീവായി തന്നെയാണ് കാണപ്പെടുന്നത്. ഡെയിലി ഹവർലി മൊമെന്റം ഇൻഡിക്കേറ്റർ റേഞ്ച് ബൗണ്ട് ആക്ഷൻ ആണ് സൂചിപ്പിക്കുന്നത്. ഇന്നലെ നമുക്ക് വലിയ രീതിയിൽ അപ്സ് ആൻഡ് ഡൗൺസ് കാണാമായിരുന്നു, കാരണം നല്ല വൊളറ്റാലിറ്റി ആയിരുന്നു മാർക്കറ്റിൽ ഉണ്ടായിരുന്നത്. ഇനി ഡെയിലി ബോളിഞ്ചർ ബാൻഡിന്റെ അപ്പർ എൻഡ് ഉള്ളത് 25,320 അതായത് 25,250 മുതലുള്ള ലെവൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഡൗൺ സൈഡിൽ പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 25,000 മുതൽ 24,970 വരെയുള്ള ലെവലുമാണ്. RSI ഒരു ബുള്ളിഷ് ക്രോസ് ഓവർ കാണിക്കുന്നത് സ്ട്രോങ് പ്രൈസ് മൊമെന്റത്തിന്റെ സൂചന തന്നെയാണ്. ഇന്നലെ 5-day EMA ഉള്ള 25,010 സപ്പോർട്ട് എടുത്തതിന് ശേഷമാണ് നിഫ്റ്റി തിരിച്ചു കയറിയത്. അടുത്തതായി മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ നിഫ്റ്റിയിലെ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകളിലേക്ക്. ആദ്യം 26,000 കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് ഉള്ളത്. അതിനുശേഷം 25,200 സ്ട്രൈക്കും അതിനുശേഷം 25,600 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിൽ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 25,000 അതിനുശേഷം 25,100 സ്ട്രൈക്കും അതിനുശേഷം 24,500 സ്ട്രൈക്കിലുമാണ്. വീക്ക്ലി ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 25,200, സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 25,100. അടുത്തതായി ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം കോൾ സൈഡിലും പുട്ട് സൈഡിലും വന്ന വ്യത്യാസങ്ങളാണ്. ആദ്യം ATM സ്ട്രൈക്കായി 25,150 1736% വർധനവാണ് പുട്ട് സൈഡിൽ കാണുന്നത്. ലോങ് ബിൽഡപ്പാണ്. എന്നാൽ 231% വർധനവാണ് കോൾ സൈഡിൽ കാണുന്നത്. ഒരു ഷോർട്ട് ബിൽഡപ്പാണ് ആ സ്ട്രൈക്കിലുള്ളത്. 25,100 സ്ട്രൈക്കിൽ 284% വർധനവ് പുട്ട് സൈഡിൽ, ലോങ് ബിൽഡപ്പ്. എന്നാൽ 19% മാത്രം വർധനവാണ് കോൾ സൈഡിൽ കാണുന്നത്. ഒരു ചെറിയ ഷോർട്ട് ബിൽഡപ്പാണത്. അടുത്തത് 25,200 സ്ട്രൈക്കിൽ 1125% ശക്തമായ ഒരു ലോങ് ബിൽഡപ്പ് പുട്ട് സൈഡിൽ കാണാം. 133% വർധനവ് മാത്രമാണ് കോൾ സൈഡിലുള്ളത്. ഒരു ചെറിയ ഷോർട്ട് ബിൽഡപ്പാണ് അത്. ഈ 3 സ്ട്രൈക്കുകളും കമ്പയർ ചെയ്യുമ്പോൾ പുട്ട് സൈഡ് തന്നെയാണ് നല്ല സ്ട്രോങ് ആയി നിൽക്കുന്നത് എന്ന് കാണാം. അടുത്തതായി നിഫ്റ്റിയുടെ ഡെയിലി ക്യാൻഡിലാണ്. ചെറിയ അപ്പർ ലോവർ വിക്കോട് കൂടിയ ഒരു ബുള്ളിഷ് ക്യാൻഡിലാണ് ഡെയിലി ചാർട്ടിൽ ഫോം ആയിരിക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയിലേക്ക് 25,152 8 പോയിന്റ്സ് മാത്രം ഉയർന്നാണ് ബാങ്ക് നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലായി ഈ ഒരു റേഞ്ചിൽ തന്നെയാണ് ബാങ്ക് നിഫ്റ്റി ഉള്ളത്. 51,400 മുകളിലായി ക്ലോസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ബാങ്ക് നിഫ്റ്റിക്ക് കൂടുതൽ ശക്തി ലഭിച്ചു എന്ന് നമുക്ക് കരുതാം. ഡൗൺ സൈഡിൽ പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 51,000 അടുത്തതായി മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ ബാങ്ക് നിഫ്റ്റിയുടെ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകൾ. ആദ്യം കോൾ സൈഡിൽ 51,100 കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് ഉള്ളത്. അതിനുശേഷം 52,000 സ്ട്രൈക്കും അതിനുശേഷം 53,000 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിൽ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 51,000 അതിനുശേഷം 50,000 സ്ട്രൈക്കും അതിനുശേഷം 49,500 സ്ട്രൈക്കിലുമാണ്. ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 51,500, സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 51,000. ഇന്ത്യ വിക്സിലേക്ക് 13.79 1.16% ഇടിഞ്ഞാണ് ഇന്ത്യ വിക്സ് ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. ഗ്ലോബൽ മാർക്കറ്റ് സെഗ്മെന്റിൽ ഇനി FIDA ആക്ടിവിറ്റിയാണ്. FIs ഇന്നലെ ശക്തമായ ബൈയിങ്ങിൽ തന്നെയായിരുന്നു. 3,259 കോടി രൂപയ്ക്കാണ് അവർ ബൈ ചെയ്തത്. DIs 2,690 കോടി രൂപയ്ക്ക് ബൈ ചെയ്തു. FIs ശക്തമായ ബൈയിങ്ങിലേക്ക് വരുന്നത് വളരെ പോസിറ്റീവായി തന്നെ കാണണം. US മാർക്കറ്റിലേക്ക് ശക്തമായ US സാമ്പത്തിക ഡാറ്റയെ തുടർന്ന് ഡൗ ജോൺസ് വ്യാഴാഴ്ച റെക്കോർഡ് ക്ലോസിംഗ് രേഖപ്പെടുത്തി. അതേസമയം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ചിപ്പ് മേക്കർ എൻവിഡിയ നിക്ഷേപകരെ ആകർഷിക്കാൻ പരാജയപ്പെട്ടതിനെ തുടർന്ന് ഇടിയുകയുണ്ടായി.
നാസ്ഡാക്ക് ഇന്നലെ 0.23% ഇടിഞ്ഞു. S&P 500 0.19% നേട്ടമുണ്ടാക്കി. ഡൗ ജോൺസ് 0.59% ഉയർന്നുമാണ് ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. ഇനി ഇന്നലെ പുറത്തു വന്ന US GDP ഡാറ്റയിലേക്ക് വന്നാൽ ശക്തമായ ഉപഭോക്തൃ ചെലവ് കാരണം US സമ്പദ് വ്യവസ്ഥ എസ്റ്റിമേറ്റുകളേക്കാൾ വേഗത്തിൽ വളരുന്നു എന്ന് വാണിജ്യ വകുപ്പിന്റെ റിപ്പോർട്ട് കാണിക്കുന്നു. US എക്കോണമിയിലെ മാന്ദ്യത്തിന്റെ സാധ്യതകൾ ഈ ഡാറ്റ തള്ളിക്കളയുന്നു. എൻവിഡിയയുടെ ഇന്നലെ പുറത്തു വന്ന റിസൾട്ട് നല്ല റിസൾട്ട് തന്നെയായിരുന്നു. എന്നിരുന്നാൽ ഇൻവെസ്റ്റേഴ്സിനെ അത്രത്തോളം ഇംപ്രസ് ചെയ്യാൻ റിസൾട്ടിന് സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ ഇന്നലെ സ്റ്റോക്ക് 6% ഇടിയുകയുണ്ടായി. മറ്റ് AI റിലേറ്റഡ് ആയ സ്റ്റോക്കുകൾ ഒരു മിക്സഡ് ആയ അവസ്ഥയിലാണ് ക്ലോസ് ചെയ്യുന്നത്. മൈക്രോസോഫ്റ്റ് 0.6% നേട്ടത്തിലും ആൽഫബറ്റ് 0.7% ഇടിയുകയും ചെയ്തു. ബ്രോഡ്കോം, AMD എന്നിവ 1% അടുത്ത് ഇടിഞ്ഞു. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട ഡാറ്റ പേഴ്സണൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ ഡാറ്റയാണ്. ഇന്ത്യൻ സമയം വൈകുന്നേരം 6 മണിക്കാണ് ഡാറ്റ പുറത്തു വരിക. അടുത്ത മാസം US-ൽ ഒരു റേറ്റ് കട്ടിന്റെ കൂടുതൽ ക്ലിയർ ആയിട്ടുള്ള പിക്ചർ നമുക്ക് ലഭിക്കാൻ സാധ്യതയുള്ളത് ഇന്ന് പുറത്തു വരുന്ന PCE ഡാറ്റയ്ക്ക് ശേഷം തന്നെയായിരിക്കും. US-ൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനത്തിലേക്കാണ്. ആദ്യം ഇൻഫോസിസ് 0.87% ഇന്നലെ ഉയർന്നത്. വിപ്രോ 1.26% ഉയർന്നു. ബാങ്കിംഗ് സൈഡിൽ ICICI ബാങ്ക് 0.80% ഉയർന്നപ്പോൾ HDFC ബാങ്ക് 0.25% ഉയർന്നത്. ഡോക്ടർ റെഡ്ഡി 1% മുകളിൽ ഇടിഞ്ഞപ്പോൾ റിലയൻസ് ഇൻഡസ്ട്രീസ് 0.63% നേട്ടത്തിലാണ് ക്ലോസ് ചെയ്തത്. ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്ന US മാർക്കറ്റിന്റെ ഫ്യൂച്ചേഴ്സ് 0.02% നേട്ടത്തിലാണ് ഡൗ ജോൺസ് ഉള്ളത്. S&P 500 0.16% നേട്ടത്തിലും ട്രേഡ് ചെയ്യുന്നു. യൂറോപ്യൻ മാർക്കറ്റിലേക്ക്. യൂറോപ്യൻ മാർക്കറ്റുകൾ ഇന്നലെ പോസിറ്റീവിൽ തന്നെയാണ് ക്ലോസ് ചെയ്യുന്നത്. UK മാർക്കറ്റ് FTSE 0.43% നേട്ടത്തിലും ജർമ്മൻ മാർക്കറ്റ് ഡാക്സ് 0.69% നേട്ടത്തിലും ഫ്രാൻസ് മാർക്കറ്റ് CAC 0.84% നേട്ടത്തിലും പാൻ യൂറോപ്യൻ സ്റ്റോക്ക് 600 0.74% ശക്തമായ നേട്ടത്തിലുമാണ് ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. സെക്ടറുകളിൽ ഇന്നലെ ടെക് സ്റ്റോക്കുകൾ തന്നെയാണ് മുന്നിൽ ഉണ്ടായിരുന്നത്. 2% മുകളിലാണ് ക്ലോസ് ചെയ്തത്. ഒടുവിൽ ജർമ്മൻ മാർക്കറ്റ് ഡാക്സ് റെക്കോർഡ് ഹൈ ലെവലിലാണ് ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. യൂറോപ്യൻ യൂണിയനിൽ നിന്നുമുള്ള പ്രധാന പണപ്പെരുപ്പം ജൂണിലെ 2.6% നിന്ന് ഓഗസ്റ്റിൽ 2% കുറഞ്ഞു. ഇത് സാമ്പത്തിക വിദഗ്ധർ പ്രവചിച്ചതിലും കുറവായിരുന്നു. ഇതിനർത്ഥം ഓഗസ്റ്റിൽ മുൻമാസത്തെ അപേക്ഷിച്ച് പണപ്പെരുപ്പം ശക്തമായി കുറഞ്ഞു എന്ന് തന്നെയാണ്. ഇത് തന്നെയാണ് ഇന്നലെ യൂറോപ്യൻ മാർക്കറ്റുകൾ ശക്തമായി ഉയരാനുള്ള ഒരു കാരണവുമായത്. ഇപ്പോൾ ട്രേഡിംഗ് ആരംഭിച്ച യൂറോപ്യൻ മാർക്കറ്റിന്റെ ഫ്യൂച്ചേഴ്സ് ഒരു മ്യൂട്ടഡ് അവസ്ഥയിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഓപ്പൺ ചെയ്ത ഏഷ്യൻ മാർക്കറ്റുകളിൽ ഗിഫ്റ്റ് നിഫ്റ്റി ഉള്ളത് 25,287.50 എന്ന നിലയിലാണ്. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 10 മിനിറ്റാണ്. ഇപ്പോഴത്തെ ഈ ഒരു നില വെച്ച് നിഫ്റ്റിയിൽ നമുക്ക് ഓപ്പണിങ്ങിന് സാധ്യതയുള്ളത് 15 മുതൽ 25 പോയിന്റ്സ് ഗ്യാപ്പ് അപ്പ് ഓപ്പണിന് സാധ്യതയുണ്ട്. മറ്റ് ഏഷ്യൻ മാർക്കറ്റുകൾ നോക്കുകയാണെങ്കിൽ ജപ്പാൻ മാർക്കറ്റ് 0.49% നേട്ടത്തിൽ, കോസ്പി മാർക്കറ്റ് 0.79% നേട്ടത്തിൽ, തായ്വാൻ മാർക്കറ്റ് 0.29% നേട്ടത്തിൽ, സിംഗപ്പൂർ മാർക്കറ്റ് 0.57% നേട്ടത്തിലും ട്രേഡ് ചെയ്യുന്നു. ഓയിൽ പ്രൈസുകളിലേക്ക്. ശക്തമായ വോളറ്റാലിറ്റിയാണ് സമീപ ദിവസങ്ങളിലായിട്ട് ഓയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇന്നലെ 2% ഓയിൽ പ്രൈസുകൾ ഉയരുകയുണ്ടായി. അതിന് മുൻപുള്ള ദിവസങ്ങളിൽ 2 മുതൽ 3% വരെ ഓയിൽ പ്രൈസുകൾ ഇടിയുന്നതും നമ്മൾ കണ്ടു. ബ്രന്റ് ഫ്യൂച്ചേഴ്സ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് $78.98 പെർ ബാരൽ എന്ന നിലയിലാണ്. 0.08% നേട്ടത്തിലാണ് ട്രേഡ് ചെയ്യുന്നത്. WTI ഉള്ളത് $76.03 പെർ ബാരൽ എന്ന നിലയിൽ 0.16% നേട്ടത്തിൽ ട്രേഡ് ചെയ്യുന്നു. ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകൾ ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിന്റ്, റോയിറ്റേഴ്സ്, ഫിനാൻഷ്യൽ എക്സ്പ്രസ്, CNBC തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്നാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. മറ്റുള്ള വാർത്തകൾ നമ്മുടെ വ്യൂസ് ആണ്. ഒരിക്കലും അത് റെക്കമെൻഡേഷൻ അല്ല. നിങ്ങളുടെ എഡ്യൂക്കേഷൻ പർപ്പസ് വേണ്ടി മാത്രമാണ് അതിവിടെ ഷെയർ ചെയ്യുന്നതും. എങ്കിൽ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.